ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഒരു ബ്രൈഡൽ ഫേസ് മേക്കപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം, വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അതിനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ഞാൻ ഫേസ് പ്രെപ്പാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലെൻസിങ് ടോണറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. മോയ്സ്ചറൈസറാണ് ഇട്ടിരിക്കുന്നത്. എംബ്രോലൈസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. അത് ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ. അതിട്ടതിന് ശേഷം നമുക്ക് ഐബ്രോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എബോണി ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അനസ്തേഷ്യയുടെ എബോണി പ്രോമേഡ് എന്നുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ബ്രഷും സ്പൂലിയും പാക്കിൻ്റെ ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സൈഡ് ബ്രഷും മറ്റേ സൈഡ് സ്പൂലിയുമായിട്ടുള്ളതാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോ വരച്ചെടുക്കാം. വണ്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, റോഡ് സൈഡാണ് വീട്, അതുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ മൈക്കില്ല, അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വോയിസ് ഇതാണ് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഒരു ഐബ്രോ കിറ്റ്. പക്ഷേ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബ്രൈഡലിനൊക്കെ നല്ല രീതിയിൽ നല്ലൊരു ഐബ്രോ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് ചൂസ് ചെയ്യാതെ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാം. കാണുമ്പോൾ കുറച്ച് നമുക്ക് ബോൾഡായിട്ട് തോന്നും. അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ വൃത്തിയാകും കേട്ടോ. അപ്പോൾ രണ്ട് ഐബ്രോസ് നമ്മളിതുപോലെ വരച്ചെടുത്ത് അതിനൊരു കൺസീലർ യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക. കുറച്ച് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ട് മാച്ച് ചെയ്ത് വരുന്ന കൺസീലർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുക. ഞാനിവിടെ ഒരു സ്പോട്ട് ലൈറ്റ് കൺസീലറാണ്, പാക്കിൻ്റെ സ്പോട്ട് ലൈറ്റ് കൺസീലറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഷേപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ രണ്ട് ഐബ്രോസും വരച്ചെടുത്തു. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പുരുക്കം കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവും. കണ്ടില്ല, രണ്ട് ഐബ്രോസും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും കേട്ടോ. നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഐബ്രോസ് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഒന്ന് വരച്ച് നോക്കുക, അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഐബ്രോ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് വെറ്റായിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാം, സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
കണ്ടില്ലേ? ആ ഷേപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തപ്പോൾ തന്നെ അതിനൊരു ഒരു ഭംഗി വന്നു. കണ്ടില്ലേ? ഓക്കെ. അതിനുശേഷം ഐ ഷാഡോ ഇടാനായിട്ട് ആദ്യം നമ്മൾ ബേസായിട്ട് കൺസീലർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത കൺസീലർ അല്ലേ, അത് തന്നെ നമുക്ക് ബേസായിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്രഷോ അല്ലെങ്കിൽ ഇതുപോലെ ബ്യൂട്ടി ബ്ലെൻഡറോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റ് കൺസീലർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഐ ഷാഡോ ഇടുമ്പോൾ നമുക്കത് നന്നായിട്ട് അതിൻ്റെ കളറ്, അതിൻ്റെ പിഗ്മെൻറ്റ് നമുക്ക് എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൺസീൽ ചെയ്യുന്നത്. ഓക്കെ. കൺസീൽ ബേസ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് ഒന്ന് ഇതുപോലെ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. ഒരു ലൂസ് പൗഡറോ അല്ലെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബനാനയുടെ ഇൻസൈറ്റിൻ്റെ ബനാന പൗഡർ യൂസ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ക്രീസ് അതായത് വരകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനൊരു പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. അതിന് മുകളിൽ നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ആദ്യം ഞാനിവിടെ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐ ഷാഡോ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് അഫോർഡബിൾ ആണ് പ്രൈസ്. ജസ്റ്റ് 500 സംതിങ്ങേ ഉള്ളൂ. ഇത് നല്ല കളറാണ് കേട്ടോ ഇതിന്. അതായത് ഗ്ലിറ്ററി ഉണ്ട്, മാറ്റും ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് ഞാൻ ആദ്യം ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണ്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഒരു റെഡ് ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ. അതിനുശേഷം ഒരു സ്മോക്കി ഐസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക് ബ്രൗൺ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഐ ബോളിൽ നമുക്കൊരു ഗ്ലിറ്റർ ഷെയ്ഡ് കൊടുക്കാം. അത് ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കതാണ് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. ബ്രഷിൽ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ്. ഓക്കെ. അതിനുശേഷം നമുക്ക് ഐലൈനർ എഴുതാം. ഇതിവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ജെല്ലിൻ്റെ ഉണ്ട്, ജെൽ ടൈപ്പ് ഐലൈനറാണ്. ഞാൻ പൊതുവെ കണ്ണൊന്നും എഴുതാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സെൽഫായിട്ട് എനിക്ക് എഴുതാൻ. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഞാൻ സാധാരണ മുകളിൽ എഴുതാറില്ല, വാട്ടർ ലൈൻ മാത്രമേ എഴുതാറുള്ളൂ. പക്ഷെ നമ്മുടെ ലുക്ക് അങ്ങനത്തെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇപ്പുറത്തെ കണ്ണ് ഇതുപോലെ എഴുതാം കേട്ടോ. മുകളിൽ എഴുതാൻ ഇച്ചിരി പാടായിരുന്നു. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ താഴെ ഞാൻ വാട്ടർ ലൈനിൽ കാജലാണ് കൊടുക്കുന്നത് കേട്ടോ. കാജൽ ലാക്മിയുടെ കാജലാണ് കേട്ടോ. നല്ല അടിപൊളി കാജലാണത്. നന്നായിട്ട് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. എൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. ലാക്മി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫേസ് മേക്കപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഐ ഷാഡോയുടെ ഡസ്റ്റൊക്കെ ഫേസിൽ വീണിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഷെയ്ഡ് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാം. ആദ്യം ഞാനിവിടെ കൺസീലർ തന്നെയാണ് കേട്ടോ, ഒരു ഡാർക്ക് ഷെയ്ഡ് കൺസീലർ തന്നെയാണ്. എനിക്ക് കുറച്ച് പിഗ്മെൻറ്റഡ് കാര്യമായിട്ടില്ല, എന്നാലും അവിടെ ചെറിയ ഡോട്ട് ഉള്ളതുപോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ കണ്ണിൻ്റെ അടിയിൽ, ലിപ്പിൻ്റെ സൈഡിലൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനൊരു ഡാർക്ക് കൺസീലർ യൂസ് ചെയ്തിരിക്കും കേട്ടോ. വേറെ കളർ കറക്റ്ററൊന്നും എനിക്ക് ആവശ്യമില്ല എൻ്റെ ഫേസിനകത്ത്. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ്, അപ്പോൾ അതൊന്ന് മറയ്ക്കാൻ വേണ്ടി, അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഡാർക്കായിട്ടുള്ളൊരു കൺസീലർ യൂസ് ചെയ്തു. അത് നമ്മൾ സ്പോട്ട്ലൈറ്റ് കൺസീലർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പാക്കിൻ്റെ. അതിനുശേഷം ഡെർമയുടെ പാലറ്റിൽ നിന്നും ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഷെയ്ഡ് DFD, മീഡിയം സ്കിൻ ടോണാണ് കേട്ടോ DFD. അപ്പോൾ ആ ഡെർമയുടെ പാലറ്റ് നമുക്ക് എന്താ പറയുക, ഡ്രൈ സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. മീഡിയം ടു നോർമൽ സ്കിന്നൊക്കെ നമുക്ക് ഡെർമയുടെ പാലറ്റ് യൂസ് ചെയ്യാം. അതിൽ തന്നെ കളർ കറക്റ്ററും പിന്നെ കോണ്ടോറിങ് ചെയ്യാനുള്ള ഷെയ്ഡ്, അങ്ങനെയെല്ലാം അവൈലബിളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ ഒരു കുറച്ചൊന്ന് ഡ്രോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോബ് ക്രീം കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പീച്ച് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സ്ട്രോബ് ക്രീം. അപ്പോൾ അത് ഫൗണ്ടേഷൻ്റെ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഡ്യൂയി ഫിനിഷ് മേക്കപ്പായി നമുക്കത് കിട്ടും കേട്ടോ. ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു വെറ്റായിട്ടുള്ള ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കുക. ബ്രൈഡലിന് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് കൂടെ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. എനിക്ക് കുറച്ച് ഡിഫറൻസ് ഫേസും നെക്കും കൂടെ
തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ്. അതിനുശേഷം ഫേസ് എനിക്ക് കവിൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അതിന് DJ4 ആണ് ഞാനിവിടെ ഡെർമയുടെ പാലറ്റിൽ നിന്നും DJ4 ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോസ് കോണ്ടോറിങ് ചെയ്യുന്നുണ്ടത് കാര്യമായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെറ്റി അവിടെ കോണ്ടോറിങ് കൊടുത്തേ പറ്റൂ, അതുകൊണ്ട് അവിടെയും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് ഇനി നമുക്ക് ബ്രൈഡലിൻ്റെ ഹെയർ സ്റ്റൈൽ, മുല്ലപ്പൂ സെറ്റിങ്സ്, സാരി ഡ്രാപ്പിംഗ് ഒക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം നമുക്ക് ഹൈലൈറ്റ് കൺസീലർ, അതായത് ഡെർമയുടെ പാലറ്റിൽ നിന്ന് തന്നെ ഷെയ്ഡ് നമ്പർ 65 ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫേസിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, മൈക്കില്ലാത്തതുകൊണ്ട്, പിന്നെ റോഡിൽ വണ്ടി ഒരുപാട് പോകുന്നതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതൊരു പാക്കിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, മീഡിയം സ്കിൻ ടോൺ. നന്നായിട്ടൊന്ന് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഹൈലൈറ്ററാണ് കേട്ടോ. അത് കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹൈലൈറ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ബാക്കിൽ തന്നെ അതിൻ്റെ ബ്ലെൻഡർ ഉണ്ട് കണ്ടോ, അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതും അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ, അത്ര റേറ്റൊന്നും ഇല്ലാത്തതാണിത് സ്വിസ് ബ്യൂട്ടിയുടെ.
ഓക്കെ, അതിന് ശേഷം ബ്ലഷ് യൂസ് ചെയ്യുന്ന പൗഡർ ബ്ലഷാണ് കേട്ടോ. എനിക്ക് ചീക്സ് കുറച്ച് ഉള്ളത് കൊണ്ട് ബ്ലഷിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മുടെ ആ ഒരു ബ്രൈഡൽ വർക്ക് എന്ന് പറയുന്നതുകൊണ്ട് നമുക്കത് അതുകൂടെ കൊടുക്കാം. ഓക്കെ, അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ബ്ലെൻഡർ കൊണ്ട് തന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്തു പ്രോഡക്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ബ്ലെൻഡർ വെച്ച് തന്നെ ഹൈഡ് ചെയ്യാൻ കഴിയും. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നാലേ ആ പോർഷൻ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യണം ബ്ലഷ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് ലിപ്പ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്പ് ലൈനർ എന്ന് പറയുന്നത് അതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. ഷെയ്ഡ് റോയൽ റെഡ്, നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ചുണ്ട് കുറച്ച് ചെറുതായത് കാരണം ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കാൻ ഇത്തിരി പാടാണ്. എന്നാലും ഞാൻ വരച്ചെടുത്തു. കുറച്ച് അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, ഇരുന്നോട്ടെ. നമുക്കതൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം ഉള്ളിലോട്ടും അത് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നല്ലൊരു ഷെയ്ഡാണ്, മാറ്റ് ഫിനിഷാണ്, കളറും നല്ലതാണ്. നല്ലൊരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് പറ്റിയൊരു നല്ല അടിപൊളി കളറാണ് കേട്ടോ, റോയൽ റെഡ്. വരയ്ക്കുമ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ അവിടെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. നമുക്കത് ഒരു നമ്മുടെ ഫൗണ്ടേഷൻ്റെ കളർ വരുന്ന ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഷേപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട മേക്കപ്പ് ട്യൂട്ടോറിയൽ, അതായത് ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ലെൻസ് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ലെൻസ് അപ്ലൈ ചെയ്യാം. പിന്നെ ലാഷസ് വയ്ക്കാം. ഞാനിവിടെ ജസ്റ്റ് മസ്കാര മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തടുത്ത വീഡിയോയിലായിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കൂടാതെ മേക്കപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഞാൻ കണ്ണിന് അടിയിൽ നമ്മൾ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ കൊടുത്തിരുന്നില്ലേ, സെയിം അത് തന്നെ നമ്മൾ കണ്ണിന് അടിയിൽ കണ്ണൊന്ന് ആ ഒരു ബ്രൈഡലിന് കണ്ണൊന്ന് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അടിയിലും കൂടെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പാക്കിൻ്റെ മിഡാസ് ടച്ച് എന്ന് പറയുന്ന ഒരു സ്പ്രേയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും നമുക്കൊരു ഗ്ലോയി ഫിനിഷ് കിട്ടുന്ന ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ ഇതാണ് മേക്കപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഫേസ് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്, ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.